ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഞാൻ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബ് ചാനലും വീട്ടുജോലിയും എല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് ഇന്ന് എന്തായാലും രാവിലെ ആമയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം രാവിലെ തന്നെ ഞാൻ ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നത്. ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മാസ്കും ഒരു ഹെയർ മാസ്കും ഒരു ഷാമ്പൂവും തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുടി നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് കെട്ടി വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി വെച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ സെൽഫ് കെയർ ഡേയുടെ ഭാഗമായിട്ട് ഇന്ന് ഒന്ന് ത്രെഡിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ത്രെഡിങ് ചെയ്യുന്നത്. ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനത് യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. ഇവിടെയൊക്കെ പാർലറിൽ പോവുകയാണെങ്കിൽ നല്ല പൈസ മേടിക്കും. അത് മാത്രമല്ല എപ്പോഴും ഒന്നും നമുക്ക് പാർലറിൽ എല്ലാ മാസമൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പുരുകമാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ കാട് പിടിച്ചതുപോലെ വളരുന്ന ഒരു പുരുകമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ത്രെഡ് ചെയ്ത് ഷേപ്പിന് വെച്ചാലാണ് ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീട്ടിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് അപ്പർ ലിപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഈ കാർമസെറ്റ് ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലുള്ള പ്രോഡക്റ്റാണ്, ഞാനിത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയും ടെൻഷനായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്, എന്തെങ്കിലും പ്രശ്നം വരുമെന്നൊക്കെ. പക്ഷേ എൻ്റെ ഫേസിന് ഇതൊന്നും അലർജി ഇല്ല. പിന്നെ കുക്കുംബർ അലോവേറ ജെല്ല് മിക്സ് ചെയ്തിട്ടുള്ളൊരു ജെല്ലുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാരണ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ത്രെഡിങ് ചെയ്യുന്നത്. ത്രെഡിങ് ചെയ്യാനായിട്ട് വേറെ നൂലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ എനിക്കിതിൽ ശീലമായതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുകയുള്ളൂ. ഭയങ്കര പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. പാർലറിൽ പോയി ചെയ്യുന്നേക്കാളും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ വീട്ടമ്മമാർ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ലല്ലേ. പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനോടും ഒരു വിരസതയും മടിയും ഒക്കെ തോന്നുന്നത്. അത് സ്വാഭാവികമാണ്. പല പല കാരണങ്ങൾ കൊണ്ട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. എസ്പെഷ്യലി പീരീഡ്സിൻ്റെ സമയമാകുമ്പോഴാണ് എനിക്കും ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ എന്നെ തന്നെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു പരിപാടിയാണിത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു പൗഡറാണ് കേട്ടോ. ഇതൊരു ഫേസ് മാസ്ക് പൗഡറാണ്. ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. ഞാനിത് ഗ്രോസറി എടുത്തപ്പോൾ അവിടെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ചന്ദനത്തിൻ്റെ ഫ്ലേവറാണ്, സാൻഡൽവുഡിൻ്റെ പൗഡറാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഇന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ഞാനിത് 1 മാസമായി മേടിച്ച് വെച്ചിട്ട് ഇതുവരെയും യൂസ് ചെയ്തില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫേസിലാണെങ്കിൽ വൈറ്റ് പാച്ചസ് വരുന്ന കാരണം കൊണ്ട് ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം ഹോം റെമഡീസ് ഒന്നും ചെയ്യണ്ട, മുഖത്ത് ഇടാനായിട്ടൊരു ക്രീം തന്നിട്ടുണ്ടായിരുന്നേ ഒരാഴ്ചത്തേക്ക്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഒന്നും എൻ്റെ മുഖത്തെ ആ പാച്ചസ് ഒന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ മാത്രമല്ല എനിക്കാണെങ്കിൽ മറ്റുള്ള ഈ ഓർഗാനിക് പ്രോഡക്ട്സുകളും കെമിക്കൽ പ്രോഡക്ട്സും ഒന്നും തന്നെ യൂസ് ചെയ്യാനും പറ്റില്ല. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഫേസിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ മഞ്ഞളുള്ള ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാറില്ല കേട്ടോ. അത് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അല്ലാത്തൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകും മുഖത്തിൽ എൻ്റെ ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഒരു കാര്യങ്ങളും പരീക്ഷിക്കാറില്ല. വളരെ നോക്കിയും കണ്ടും മാത്രമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേറെ കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ പാലോ തൈരോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് ഇടാവുന്നതാണ്. ഞാൻ വെറുതെ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം കിട്ടിയെന്ന് വരത്തില്ലല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഈ വീട്ടുപണിയുടെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫേസ് മാസ്ക് ഇട്ടിട്ട് തുണി ഒന്ന് മടക്കി വെക്കുമ്പോഴത്തേക്കും അതൊന്ന് ഉണങ്ങി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട, ആ ഒരു ഇതങ്ങ് പോയാൽ മാത്രം മതി കേട്ടോ. പിന്നീട് ഞാനാണെങ്കിൽ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആണ്. ബോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ട് കഞ്ഞി പോലെയാണ് കുടിക്കുന്നത്. ഹസ്ബൻഡ് ബ്ലൂബെറീസ് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്.
പിന്നെ ഈ ഒരു പാത്രത്തിനെ പറ്റി കഴിഞ്ഞ ആഴ്ച വിഷ്ണുപ്രിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് പോത്തീസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് 3 എണ്ണം വരുന്നൊരു ട്രൈപ്ലൈ കടായിയാണ്. ഒരു സോസ് പാനും ഒരു സാധാരണ ഫ്രൈ പാനും ഈ ഒരു കടായിയും ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇതിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പക്ഷേ ഓൺലൈനിൽ നല്ല റേറ്റാണ്. എനിക്കിതിപ്പോൾ ഇവിടുത്തെ ആടി ഓഫറിന് പോയപ്പോൾ കിട്ടിയതാണ്. 2000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഒരെണ്ണത്തിന് തന്നെ 2000 രൂപ വരുമെന്നാണ് അവർ പറഞ്ഞത്. നല്ല തിക്നെസ് ഉണ്ട്, അടിക്കൊന്നും പിടിക്കത്തില്ല, അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതിനിടയിൽ തന്നെ നമ്മുടെ തുണികളെല്ലാം മടക്കി വെച്ചു. പിന്നെ ഓട്സൊക്കെ എടുത്തൊന്ന് വെച്ചു തണുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഫേസ് മാസ്ക് ഒന്ന് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ടവൽ വെച്ചൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ എൻ്റെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, സ്മൂത്ത് ആയിട്ടുണ്ട് ഫേസ്. ഭയങ്കരമായിട്ടുള്ള കളറും കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ല. പിന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന എന്തെങ്കിലും ഒരു പാക്ക് ഇടാനായിട്ട് ശ്രമിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് തക്കാളിയും ഷുഗറും കൂടി ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി അതൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഒരു ഫേസ് മാസ്കോ ഫേസ് പാക്കോ ഒക്കെ ഇടുന്നത് നല്ലതാണ്. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് പോയിട്ട് നാടൻ മുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ കൊടുക്കുന്നതാണ്. ഒരു റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി ഇരുന്ന് വിൽക്കുന്നതാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ റീസെൻ്റ് ആയിട്ട് മുട്ട മേടിക്കുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഞങ്ങൾക്കും ആമിക്കും വേണ്ടിയിട്ട് ഓരോ മുട്ട വെച്ച് എടുക്കും. 20 മുട്ടയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. നാടൻ മുട്ടയാണ്. അപ്പോൾ അവർ വീട്ടിൽ തന്നെ കോഴിയെ വളർത്തി അങ്ങനെ കൊണ്ടുവരുന്നതാണ്. പിന്നെ കാടമുട്ടയും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ വൈക്കോലിനകത്തിട്ടിട്ടാണ് തന്നേക്കുന്നത്, പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1-2 തവണ ഞങ്ങൾ മേടിച്ച് യൂസ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നീട് ഇത് തന്നെ സ്ഥിരമായിട്ട് മേടിക്കുന്നതാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മുട്ടയൊന്നും നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. മിക്കതും അഴുക്ക് പിടിച്ചതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓട്സ് എടുത്ത് ഒരു സൈഡിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയിൽ എന്തായാലും ചീരയും കൂടി മേടിച്ചത് തലേ ദിവസം മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടില്ല, നൈറ്റാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ കൈയോടെ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വെക്കാമെന്ന് കരുതി. കട്ട് ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ ആദ്യമേ തന്നെ അതൊന്ന് അതിൻ്റെ തണ്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കും. കുറേ വെള്ളത്തിൽ കഴുകണം. പിന്നെ ഇവിടെ ചെന്നൈയിൽ മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ചീരകൾ കിട്ടും കേട്ടോ. ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി ചീര കിട്ടും. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചീര കഴിക്കാറുണ്ട്. നമ്മുടെ ഡയറ്റിൽ ചീര ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പം ഞാനിങ്ങനെ മേടിച്ച് കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചേക്കും കേട്ടോ. കുറച്ചെടുത്ത് എനിക്ക് തോരൻ വെക്കണം, ബാലൻസ് ഉള്ളത് വേണം എടുത്ത് കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്, വീഡിയോസൊക്കെ സൂപ്പറാണ്, ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, വ്ളോഗ്സൊക്കെ ചെയ്യാൻ ടൈം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കും ഇതുപോലെ വ്ളോഗ്സൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു കമൻ്റാണ്. പിന്നെ വ്ളോഗ്സ് ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിന് റിപ്ലൈയും കൊടുത്തിട്ടുള്ളതാണ്. എന്നാലും ഇത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ പുതിയൊരു ചാനൽ തുടങ്ങണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനതിന് കൊടുത്തിരുന്ന റിപ്ലൈ ഇങ്ങനെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളും സമയവും ഒന്നും ഒരു തടസ്സമാവില്ല കേട്ടോ. നമുക്കതിന് സമയം കിട്ടും. അപ്പോൾ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 എൻ്റെ വീഡിയോസ് വരുന്നത്. ഞാൻ ലോങ് വീഡിയോസാണ് ഇടുന്നത്, അല്ലാതെ ഞാൻ ഷോർട്സ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെയാണ് ഷോർട്സ് വീഡിയോസ് ഇടുള്ളൂ. ചാനൽ തുടങ്ങിയ സമയത്ത് മോണിറ്റൈസ് ഒക്കെ ആവുന്നതിന് മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഒരാഴ്ചയിൽ ഒരു 3 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കും. നെക്സ്റ്റ് വീക്കാണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടൊരു സമയത്ത് നമുക്കത് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും ഹസ്ബൻഡിന്റെ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് ഒരു ചാനലും കൂടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ
ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം അത്യാവശ്യം നല്ല പെർഫെക്ഷനിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ആളല്ല ഞാൻ. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് റുട്ടീനാണ് എടുക്കുന്നതെങ്കിൽ രാവിലെ ആമിയുടെ സ്കൂളിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ 5 മണി മുതൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇല്ല ഇപ്പോൾ എനിക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് വീക്ക് ഇടാൻ പോകുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ക്ലീനിങ് വീഡിയോസാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആമിയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ ഒരു കുറച്ച് പോർഷൻ ആയിരിക്കുള്ളൂ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതല്ലേ. ഫുൾ ഡേ റുട്ടീനൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാറുണ്ടെങ്കിലും അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്താൽ മതി. എല്ലാം ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് വീഡിയോസ് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെയാണ് ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നത്. ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കുള്ളൂ ഞാൻ ആ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. അപ്പം ഒരു ദിവസത്തിൽ ഒരു വീക്കിൽ തിങ്കൾ മുതൽ ശനി വരെയും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം ഞാൻ നല്ലപോലെ റെസ്റ്റ് എടുക്കും കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ അധികം അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ല. കാരണം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലേക്കുള്ള വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ വരുന്ന കമൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വീഡിയോസിൽ പറയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി വീഡിയോസ് പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ വ്ളോഗ്സ് ഒക്കെ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കുള്ളൂ വരുന്നത്. പക്ഷേ കൃത്യമായിട്ട് 12:30 ആകുമ്പോൾ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റും. പിന്നെ എങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലോങ് വീഡിയോസാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിലാണ്. തമ്പനയിലും ഒക്കെ ഞാൻ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാൻവയിലും ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ തമ്പനയിൽ. അപ്പോൾ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് നല്ല സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. മോസ്റ്റ്ലി ഞാനൊരു ടോപ്പിക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിക്കും. പഠിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആവുമ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും സംസാരിച്ച് പോകാനായിട്ട് പറ്റും. സമയമില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് സമയം കിട്ടും. ആദ്യം ചെറിയ വീഡിയോസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിൽ പോലും തുടക്കത്തിലെ 30 മിനിറ്റും 20 മിനിറ്റുള്ള വീഡിയോ ഒന്നും വേണ്ട. ഒരു 5-10 മിനിറ്റുള്ള വീഡിയോ ചെയ്യുക. ആദ്യമൊന്നും ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആയപ്പോഴാണ് എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഇപ്പോഴും ലൈവ് വോയിസിൽ ഇതുവരെയും വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം അധികം വേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോയിൽ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുകയും സമയം കണ്ടെത്തുകയും ചെയ്യുന്നത്. പിന്നെ ഈ എഡിറ്റിംഗ് ചെയ്യുന്നത് ഞാൻ മുന്നേക്കെ ആണെങ്കിൽ ഡെയിലി ഓരോ വീഡിയോ വെച്ച് അന്നത്തെ ദിവസം തന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് എല്ലാം കൊടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും മൈഗ്രെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പം ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടറൊക്കെ എന്നെ വഴക്ക് പറയുകയുണ്ടായി. അങ്ങനെ ഫോൺ അധികം എപ്പോഴും യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, അതും കണ്ടിന്യൂസ് ആയിട്ടല്ല, കുറേശ്ശെ ഇടവിട്ടുള്ള സമയങ്ങളിൽ ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ റീസെൻ്റ്ലി എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് ഡിലേ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഇരുന്നാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്കുള്ള മറുപടി പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലരാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് അന്നത്തെ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ലോങ് വീഡിയോ ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പറയാനും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമാധാനമായിട്ട് ഇരുന്ന് അത് നല്ലപോലെ
ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ചില സമയത്തൊക്കെ എനിക്ക് ഒരുപാട് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാവാം, ചിലപ്പോൾ ചില വീഡിയോയിലാണെങ്കിൽ തമ്പനയിൽ പോലും കൊടുക്കാൻ മറന്നുപോകും. ടൈറ്റിൽ കൊടുക്കാനായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ മറന്നുപോയി. പിന്നെ നീതുവാണ് അത് ഓർമ്മിപ്പിച്ചത് അപ്ലോഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടു ജോലികൾക്കിടയിൽ ഇതിന് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക തന്നെ വേണം. നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിൽ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇല്ല വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാം. പിന്നെ എനിക്ക് ആമയുടെ എക്സാം സമയത്തും പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും വയ്യായിക ഉള്ള സമയത്തൊക്കെ ഭയങ്കര എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. പക്ഷേ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കാണും. അപ്പോൾ എക്സാം ടൈമിൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവളെ പഠിപ്പിക്കണം, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1-2 തവണ എനിക്ക് ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് ഒരുപോലെ ഇരിക്കില്ലല്ലോ. ചില സമയത്ത് ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ചാനലൊന്നും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ ഇരിക്കാന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ തന്നെ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോഴോ അല്ല എൻ്റെ ഹസ്ബൻഡൊക്കെ പറയും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്. അപ്പം അത് ഭയങ്കര ബോറടിക്കുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നുന്നു. റീസെൻ്റ് ആയിട്ടും എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയായിരുന്നു കേട്ടോ. ഇനി ചാനൽ വേണ്ട, സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ കുറേ കാലം ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് വിടുക. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ചെറിയൊരു ഒരു വിഷമം തോന്നുമല്ലേ, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാമെന്നൊക്കെ തോന്നും. പിന്നെ കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ചാനലാണ് കേട്ടോ. ആദ്യം എനിക്കൊരു ചാനൽ കുക്കിംഗ് ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ലൈഫ് സ്റ്റൈൽ ചാനൽ തുടങ്ങി, അതും ഡിലീറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ 3ാമത്തെ ചാനലാണ് ഞാനിപ്പോൾ റൺ ചെയ്യുന്നത്. ഏകദേശം ഒരു 5 വർഷമായിട്ട് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിൽ മാത്രം വീഡിയോസ് ഇടുന്ന ഒരാളാണ്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രൊമോഷൻ വീഡിയോസോ ഒരു രീതിയിലുള്ളൊരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. എനിക്കിഷ്ടവുമില്ല അത്. കാരണം ഇതെൻ്റെ ഒരു പാഷനാണ്. അപ്പം എനിക്ക് സമാധാനത്തോടു കൂടി എനിക്ക് കുറച്ച് സമയം എൻഗേജ്ഡ് ആവാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് എഫേർട്ട് ഇടാത്തത് കൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ വഴി ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്, കുറേ അനിയത്തിമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, യൂട്യൂബ് ചാനൽ പ്രത്യേകിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര വില കൂടിയ ഫോണോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളും ഒന്നും എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറേ കഴിയുമ്പോഴേക്കും തനിയെ എല്ലാം ശരിയായിക്കോളും. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ചാനലിൽ ഓരോ കാര്യങ്ങളും മാറ്റം വരുത്തി ഇത്രയും എത്തിയത്. എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ പഠിക്കാനും പറ്റും. യൂട്യൂബിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കോൺഫിഡൻസിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് ശീലമായിക്കോളും. എനിക്ക് അങ്ങനെയാണ്. നമ്മൾ ഏത് കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലാണല്ലേ കാര്യം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നമ്മൾ കൂടുതൽ പ്രാവീണ്യം നേടുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഗ്രോത്തും ഭയങ്കര വൈറലാവണം അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അങ്ങനെ നമ്മൾ ഇൻറ്റൻഷനോടുകൂടി വന്ന് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിജയം കൈവരിച്ചൊന്നും വരത്തില്ല കേട്ടോ. ഇതൊന്നും പറയാൻ ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല, എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കതൊരു പാഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് ഇങ്ങനെ വൈറലാവുക എന്നൊക്കെ പറയുന്നത് ഒരു ലക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈറലാവാൻ വേണ്ടിയിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് ഒരു പീസ് ഓഫ് മൈൻഡാണ്. കാണുന്ന ആളുകൾക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കണം വീഡിയോസ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒരു സമാധാനപരമായിട്ടുള്ളൊരു വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിൽ പലർക്കും
വീഡിയോസ് ചെയ്യാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പതിയെ പതിയെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കോളും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ഇടുക, നല്ലപോലെ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് പുറമേ നിന്ന് കാണുന്നവർക്ക് നിസ്സാരമായിട്ട് തോന്നുമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയില്ല. ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ 2 വർഷമായിട്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ കൃത്യമായ ഒരു സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ വീഡിയോ. പിന്നെ ഇടയ്ക്കൊക്കെ വ്യൂസൊക്കെ ഡൗൺ ആയി പോവും, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് തളർന്നു പോകും അല്ലേ. ഞാൻ എൻ്റെ കടമ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും, കൃത്യമായിട്ട് ഞാൻ വീഡിയോ ഇടും. മറ്റുള്ളവരിലേക്ക് എത്തുന്നത് കുറേ പേർക്കൊക്കെ, കാണുന്നവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കമൻ്റ് ഇട്ട കൂട്ടുകാരിയും പറഞ്ഞത് വീഡിയോസ് ഒരുപാട് യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു കമൻറ്റ് കണ്ടതിൽ. പിന്നെ ഞാനാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റാങ്കിൾ ആർട്സ് ആണ് കേട്ടോ ഇത്. ഇതിനിടയിൽ തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, ചീര തോരനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ ട്രൈപ്ലൈ ഫ്രൈ പാനിലാണ് കേട്ടോ ഒരു തോരൻ വെച്ചത്. അപ്പം ഞാൻ തോരൻ വെച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അതിനകത്ത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. റെസിപ്പി ഞാനത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ തീയൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊക്കെ കുക്ക് ചെയ്താൽ മതി, ഒട്ടും തന്നെ അടിക്ക് പിടിക്കത്തില്ല കേട്ടോ. അപ്പം എൻ്റെ സെൻറ്റാങ്കിൾ ആർട്സ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. ഞാനിപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ ഒരു സംഭവത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് മൈൻഡ് റിലാക്സ് ആവുന്ന ഒരു സംഭവമാണിത്. ഇപ്പം ഒരെണ്ണത്തിൻ്റെ ബാലൻസ് ഇനി ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.